മേഖലയിൽ സമഗ്ര മാറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ അവധി മാറ്റുന്നത് മുതൽ വായനാശീലം വളർത്താൻ ഗ്രേസ് മാർക്ക് പ്രഖ്യാപിച്ചത് വരെയും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഈ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് തന്റേതായ രീതിയുണ്ട്. കഴിഞ്ഞ ജൂലൈ 31-ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വി ശിവൻകുട്ടി ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. വേനൽ അവധിയെ കുറിച്ചായിരുന്നു ആ കുറിപ്പ്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റണോ എന്നതായിരുന്നു ചർച്ചയുടെ വിഷയം. ഇതിൽ 7500ഓളം പേർ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ മാത്രം പ്രതികരിച്ചിരുന്നു. അതിനുശേഷം അടുത്ത ചർച്ചയ്ക്കും തുടക്കം ഇട്ടിരുന്നു. അതായത് ഇപ്പോഴത്തെ ബെഞ്ചിന്റെ ക്രമീകരണം മാറ്റി യു ഷേപ്പിൽ ബെഞ്ചുകൾ ക്രമീകരിച്ചാലോ എന്നതായിരുന്നു ആ ചർച്ച. അതിലും കിട്ടി വലിയ പ്രതികരണം. പിന്നീട് വന്നത് സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുടെ ബാഗിൽ ഭാരം കൂടുതലാണെന്നും അത് കുറയ്ക്കണമെന്നുമുള്ള ആവശ്യമായിരുന്നു. അതിനും അത്യാവശ്യം നല്ല പ്രതികരണങ്ങൾ തന്നെ കിട്ടി. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച വീണ്ടും ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വി ശിവൻകുട്ടി. കുട്ടികളിൽ വായനാശീലം വളർത്തണമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുകയും ഇത് കലോത്സവത്തിന് ഒരു ഐറ്റം ആക്കി മാറ്റാനും അടുത്ത വർഷം മുതൽ ഇതിനു വേണ്ടി ഒരു പീരീഡ് മാറ്റിവെക്കണം എന്നുമായിരുന്നു അടുത്ത തീരുമാനം. സംസ്ഥാനത്ത് ഒരു സ്കൂളിനും വിവേചനം അനുവദിക്കില്ല എന്നതായിരുന്നു വ്യാഴാഴ്ചയുടെ ശിവൻകുട്ടിയുടെ പോസ്റ്റ്. ഈ ആശയങ്ങളെല്ലാം നല്ല ആശയങ്ങളാണോ, ഇതിനൊക്കെ ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് മുൻപ് ഒരു ജനപ്രതിനിധി തന്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയും അതിൽ അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് തന്നെ പറയാം.